പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇലയടയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഇലയട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 2 കട്ട ശർക്കര ഉരുക്കിയത് കല്ലൊക്കെ കളഞ്ഞത് ഒരു ബൗൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നേന്ത്രപ്പഴം 2 ഉണ്ടായിട്ട് അപ്പോൾ അത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അത് കല്ല് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന ആദ്യം വിചാരിച്ചു വേഗം കഴിയുമല്ലോ, പിന്നെയാണ് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ നാളെ അട കഴിച്ചിട്ടാണ്. 2 പൂവമ്പഴം ഉണ്ടായി, 2 ഏലക്കായും കൂടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല എടുത്തിട്ട് വരണം, ഇല കഴുകണം, ഇലയിൽ പരത്തണം, അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇലയടയ്ക്കിന് കിണ്ണത്തപ്പത്തിനേലും. നാളികേരം എത്ര വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉടച്ചിട്ട് ഉടയാണ്ടായിപ്പോൾ ഞാനത് നല്ലോണം കൊണ്ട് ഉടച്ച് വേറെ രീതിയിൽ ഉടച്ചിടുക കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോഴാണ് അടയുടെ ഉള്ളിൽ അതിരുന്നപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് വന്നത് കേട്ടോ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പരത്താം. ഇല പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട്, അതൊന്നും വിഷമിക്കണ്ട, കിട്ടാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് പരത്താം. ഇതിപ്പോൾ തിളച്ച വെള്ളത്തിൽ ഒഴിച്ചില്ലെങ്കിലും അതിൽ കുറവ് വെള്ളത്തിലും കുഴച്ചെടുത്താൽ മതി. നമ്മൾ പിന്നെ ആവി കയറ്റണതാണല്ലോ. നമുക്ക് പരത്തിയെടുക്കാം. നടുക്ക് വെച്ച് വേണമെങ്കിൽ ഉരുട്ടിയത് നടുക്ക് വെച്ച് പരത്താം. ചുറ്റും പരത്തിയാലും അടയായി, സൈഡിൽ വെച്ച് പരത്തിയാലും അടയായി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ പരത്താട്ടാം. കറവട്ടം മരത്തിൽ തോറ്റമ്പാട്ടിനൊക്കെ ഞങ്ങൾ ഊണയിക്കാൻ പോകും കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 10 മണിയാകുമ്പോൾ ഊണയിക്കാൻ പോകും. അപ്പോഴേക്കും അവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും അട പരത്താനായിട്ട് കേട്ടോ. എല്ലാവരും അട പരത്തലായിട്ട് കനം കുറച്ച് പരത്തിയാലാണ് അടയ്ക്ക് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പഴമാണ് കേട്ടോ കൂടുതലിട്ടേക്കണ്. അപ്പോൾ ശർക്കര കുറച്ചെടുക്കണം. ശർക്കര കൂടി കഴിഞ്ഞാൽ നമുക്ക് മധുരം കൊണ്ട് കഴിക്കാൻ പറ്റും. ഈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ആവിയൊക്കെ എടുക്കാം. ഇത്രേ ഉള്ളൂ, പാടൊന്നുമില്ല കേട്ടോ. വല്ലാണ്ട് ആഗ്രഹിച്ചാൽ നമ്മൾ കഴിച്ചിരിക്കണം. ആഗ്രഹിക്കുന്ന ഒരു ഇതന്നെ കേട്ടോ. അട കഴിക്കാൻ മിക്കവർക്കും ഭയങ്കര ആഗ്രഹമാണല്ലോ. ഇത് പഴയകാല വിഭവമാണല്ലോ. ചക്കയുടെ സമയമാകുമ്പോൾ ചക്കട അതിനൊരു പ്രത്യേകതയാണ്. ഇത് ആവി കയറട്ടെ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതായിട്ടുണ്ട് കണ്ടോ. നല്ല അട. വായിലിട്ടാൽ അലിഞ്ഞു പോട്ടാ. കനം കുറഞ്ഞ കാരണം വായിലിട്ടാൽ അലിഞ്ഞു പോകും. തുറന്ന് കാണിക്കും. അറിയാത്തവരൊക്കെ ഉണ്ടാക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അട ആർക്കും ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തെ കുഞ്ഞിപ്പിള്ളേർക്കാണ് ഇഷ്ടമില്ലാത്ത. അവർക്ക് കണ്ണിയേണ്ട വറവ് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. നല്ല അടിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി അടിയായിട്ടുണ്ട്.